ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ചോക്ലേറ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനാവശ്യമായ വെറും 4 ചേരുവകൾ മതി. നമ്മൾ ചായ എടുക്കുന്ന ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിലേക്ക് 2 ഗ്ലാസ് പാല് ചേർക്കാം. നല്ല കൊഴുപ്പുള്ള പാല് നോക്കി തന്നെ എടുക്കണേ. 2 ഗ്ലാസ് പാൽ അങ്ങനെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ കത്തിച്ച് വയ്ക്കാം. ഇതേ സമയം നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവേ. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പാലിൽ നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇതേ സമയം തന്നെ നമുക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡെല്ലാം നന്നായിട്ട് മിക്സായി വരട്ടെ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്കിനി നന്നായിട്ട് കറക്കി കൊടുക്കാം. പാലങ്ങനെ നല്ല തിളയ്ക്കാൻ തുടങ്ങി. ഇതേ സമയം നമുക്ക് തേങ്ങയുടെ പൗഡർ ചേർത്ത് കൊടുക്കാവേ. 2 കപ്പ് കോക്കനട്ട് പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുവേ. ഇത് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും ഈ കോക്കനട്ട് പൗഡറെല്ലാം നന്നായിട്ട് മിക്സായി വരട്ടെ. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവേ. നമ്മൾ തേങ്ങ നന്നായിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള ഒരു ലൈറ്റ് മെറൂൺ കളർ തൊലി ഇരിക്കുമല്ലോ, അത് മൊത്തം ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ ചെറിയ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണേ. വൈറ്റ് കളറിൽ തന്നെ ഇരിക്കണം. അത് അടിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് വറുത്തെടുത്താൽ മതി. ഒത്തിരി കളർ മാറില്ല, വൈറ്റ് കളർ അങ്ങനെ തന്നെ ഇരിക്കണം. അതുപോലെ നമുക്ക് വറുത്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചേർക്കാം. നമുക്ക് ഈ പാലൊക്കെ ഈ കോക്കനട്ട് പൗഡറിൽ നന്നായിട്ട് കുറുകി വരണം. അതൊരിക്കലും നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു വെള്ളം പോലും ഇല്ലാതെ വേണം നമുക്കിത് എടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് വെള്ളമൊക്കെ ഏകദേശം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടേ. നമ്മുടെ പാലും മിൽക്ക് മെയ്ഡും എല്ലാം ഈ തേങ്ങയെ കുടിച്ചെടുത്തിരിക്കത്തില്ല. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൊഴുപ്പും അതെല്ലാം കൂടി ചേരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. നമ്മൾ ഇതുപോലെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവേ. ചൂട് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ചൂടോടെ ഈ പാത്രത്തിൽ വെച്ചിരിക്കരുത്. നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിൽ നമ്മൾ വേറൊരു പ്ലേറ്റിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തണുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാം. നമ്മൾ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഡബിൾ ബോയിലിട്ട് ചെയ്തെടുക്കത്തില്ല, അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കോക്കനട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിങ്ങനെ എടുത്തിട്ട് നമ്മളൊരു നാരങ്ങയുടെ മുഴുപ്പിൽ വേണം, ഒരു ചെറിയ നാരങ്ങയല്ലേ അതിൻ്റെ മുഴുപ്പിൽ വേണം നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത്. നമ്മൾ ആദ്യം ഇതുപോലെ ബോൾ പോലെ പിടിച്ചിട്ട് പയ്യെ പയ്യെ അതിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കണേ. നമ്മൾ പിടിയൊക്കെ പിടിക്കത്തില്ല, ഇതുപോലെ ആക്കിയിട്ട് പിന്നെ നമ്മൾ 2 കൈ വെച്ച് ഇങ്ങനെ ഷേപ്പാക്കിയാൽ മതി. എന്നിട്ട് നല്ല ചതുരത്തിൽ തന്നെ വരണേ. നീളത്തിൽ വന്ന് നല്ല ചെറിയ ചതുര ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെ വരും. നല്ല നീളത്തിൽ പിടിച്ചിട്ടെടുക്കണം. നമ്മുടെ ബൗണ്ടി ചോക്ലേറ്റിൻ്റെ അളവ് അറിയാമല്ലോ, അതേ അളവിൽ വേണം നമുക്കിതെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരെണ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാവേ. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ മിഠായി നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കണേ ഫ്രണ്ട്സ്. ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ടിയായി കിട്ടുവേ. അങ്ങനെ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് അങ്ങനെ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പിടിച്ച് വെച്ചില്ലേ
തേങ്ങയുടെ ആ മിക്സ് നമുക്കിതിലിട്ട് നന്നായിട്ട് ചോക്ലേറ്റിൽ മുക്കിയെടുക്കണേ. നന്നായിട്ട് തന്നെ എല്ലാ വശത്തും ചോക്ലേറ്റ് നല്ല തിക്കായിട്ട് തന്നെ അതിൽ പിടിച്ച് വരണം. ഇനി നമുക്കതിൽ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് ഒഴുകിപ്പോട്ടെ. നമുക്ക് കൂടുതലായിട്ട് ഇരിക്കത്തില്ലേ, അത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ സ്പോർക്ക് വെച്ച് എടുക്കുവാണെങ്കിൽ അത് പോയി കിട്ടിക്കോളും. ഇനി ഇതുപോലെ പ്ലേറ്റിൽ നമുക്ക് എടുത്ത് വയ്ക്കാം. ബട്ടർ പേപ്പർ ഉള്ളവർ പ്ലേറ്റിൽ വിരിച്ചിട്ട് ബട്ടർ പേപ്പറിൽ വെച്ചാലും മതി, അപ്പോൾ ഒട്ടി പിടിക്കാതെ വരുവേ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്ലേറ്റ് ഇല്ലേ, അതിലല്ലോ ബട്ടർ തേച്ചിട്ടായാലും ഇതുപോലെ മുട്ടായി എടുത്ത് വെച്ചാൽ മതിയേ. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് എല്ലാം തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേസമയം ഓരോന്നാട്ടി ഇതുപോലെ മുക്കി മുക്കി എടുത്ത് വയ്ക്കാം. നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ മുക്കി നമ്മളിതിലേക്കൊരു മോഡൽ കൊടുക്കുമല്ലോ. ഈ ബൗണ്ടി ചോക്ലേറ്റ് 3 വര പോലെ ഇരിക്കുമല്ലോ, അത് നമുക്കിതിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പയ്യെ പയ്യെ പൊക്കി കൊടുത്താൽ കണ്ടോ നമ്മുടെ ചോക്ലേറ്റ് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. കണ്ടോ, അതേ ചോക്ലേറ്റ് മുട്ടായി പോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ കടയിൽ മേടിക്കുന്ന അതേ ബൗണ്ടി ചോക്ലേറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും 1 മടങ്ങും കൂടെ ടേസ്റ്റ് ഇതിന് കൂടുതലാണ്. ഞാൻ അത് തന്നെ ഒരെണ്ണം വേറെ ആയിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതും കാണിച്ച് തരാവേ. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. നമ്മളതുപോലെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ പൊട്ടിച്ച് കാണിച്ച് തരാം. കണ്ടോ, ആ മുട്ടായി ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.